ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സോജി, ചാലക്കുടിയിൽ നിന്ന് വരുന്നത്. ഞാൻ 2023 ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ഈശോ തന്ന അനുഗ്രഹമാണ് പറയണത്. എൻ്റെ വീട്ടിൽ നിറയെ എലി ആണ്. അപ്പോൾ സന്ധ്യയായിട്ട് ഞങ്ങൾ വാതിലടച്ച് ഹോളിലേക്ക് പോയി. പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര എലിയാണ്. ഞാനും മോളാണുള്ളത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര പേടിയാണ്. ഇപ്പം പ്രാർത്ഥന കഴിഞ്ഞ് ഫുഡ് കഴിക്കണമെങ്കിൽ വന്ന് ലൈറ്റിട്ട് കുറച്ച് നേരം നീങ്ങി നിൽക്കും. എലികളൊക്കെ പോയിട്ട് വേണം ഫുഡ് എടുത്ത് ഹോളിൽ കൊണ്ടുപോയി കഴിക്കാനായിട്ട്. ഇവിടെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ്റെ മെസ്സേജ് വന്നു, വീട്ടിലെ എലി ശല്യം ഈശോ എടുത്ത് മാറ്റുന്നു എന്ന്. ഞാനപ്പോൾ ഈശോനോട് പറഞ്ഞു, ഈശോ എൻ്റെ വീട്ടിലേക്ക് ഈശോ വന്ന് എലീനെ എടുത്ത് മാറ്റി തരണമെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് ഇപ്പോൾ 2.5 വർഷമായിട്ട് ഇതുവരെ ഒരു എലീനെയും എൻ്റെ വീട്ടിൽ. എൻ്റെ ദൈവമേ, നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, ഇതാണ് അച്ഛൻ പറഞ്ഞത്. നിങ്ങൾ 2023 ആ പഴയ ധ്യാന ഹാളിലായിരുന്നപ്പോൾ വന്ന് ധ്യാനിച്ചു പോയത് 2023 അന്ന് വിളിച്ചു പറഞ്ഞത് എലിശല്യം കർത്താവ് എടുത്ത് മാറ്റി. അതിൻ്റെ തീവ്രത പറഞ്ഞത് കേട്ടില്ലേ? എലികളൊക്കെ ഓടി പോയിട്ട് വേണം, ലേറ്റൊക്കെ ഇട്ടൊന്ന് അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വേണം നമുക്ക് ഭക്ഷണം കഴിച്ച് പോകാനായിട്ട്. കണ്ടോ, രണ്ടാമത് എനിക്ക് ഒരുപാട് കാലമായി, എത്ര വർഷമായെന്ന് എനിക്കറിയില്ല, മോണ ഭയങ്കര വേദനയും ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നു. അത് ഒരുപാട് കാലമായി, എത്ര കാലമായെന്ന് പോലും എനിക്കറിയില്ല. അന്നത്തെ ധ്യാനത്തിന് അച്ഛൻ ഒരു 3-ാമത്തെ ദിവസം വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു മകളെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു എന്ന്. അത് ഞാനായിരുന്നു. ഇന്നേ വരെ പിന്നീട് എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം 3 വർഷം കഴിഞ്ഞിട്ടാ. പിന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഈ കഴുത്തിൻ്റെ പുറകിൽ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 5:30 കുളിച്ച് പള്ളിയിൽ പോണ കൊണ്ടായിരിക്കും അത് മാറാത്തതെന്ന് വിചാരിച്ചിട്ടിരുന്നു. അപ്പോൾ അത് മാറണിയിലെ കിടക്കുമ്പോൾ എനിക്ക് കിടക്കാൻ ബുദ്ധിമുട്ട്. ഇവിടെ വന്ന് ബുധനാഴ്ചയായപ്പോൾ ബ്രദർ വിളിച്ച് പറഞ്ഞു, കഴുത്തിൻ്റെ പുറകു വശത്ത് വേദനയുള്ള ഒരാളെ ഈശോ തൊടുന്നു എന്ന്. അതിനുശേഷം ഇതുവരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ എന്നും രാവിലെ ഇവിടെ വരുമ്പോഴും കുളിക്കും. ഇപ്പോഴും എനിക്ക് ആ വേദന പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല. ഇത്രയും വലിയ അനുഗ്രഹം നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്.